ഇതിനിടെ രാഹുൽ ഗാന്ധിയുടെ കേരള സന്ദർശനം മാറ്റിവെച്ചു. സോണിയാഗാന്ധിക്ക് ആരോഗ്യ പ്രശ്നമുള്ളത് കണക്കിലെടുത്താണ് മാറ്റിയത്. പകരം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പങ്കെടുക്കും. വൈകിട്ട് 4 മണിക്കാണ് കോഴിക്കോട് ബീച്ചിൽ പൊതുയോഗം നടക്കുന്നത്. അനീഷ് കുമാറുണ്ട്. അനീഷ്, ഇന്നലെ മുതൽ തന്നെ സോണിയാഗാന്ധിയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആശുപത്രിയിൽ ഒപ്പമുണ്ട്. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം? രഞ്ജിത്ത്, രാവിലെ മുതൽ തന്നെ ഒരു ആശങ്കയുണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾക്ക് പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും എത്തുമോ എന്നത് സംബന്ധിച്ച്. എന്തായാലും സോണിയാഗാന്ധി ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യത്തിൽ അവരോടൊപ്പമാണ് ഇരുവരും ഉള്ളത്. അവിടെ നിന്നും മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പരിപാടികൾ രണ്ടുപേരും തൽക്കാലം ഉപേക്ഷിക്കുന്നു എന്ന വിവരമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്ക് ലഭിച്ചിരിക്കുന്നത്. പകരം AICC പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ ഇന്നത്തെ ഈ മഹാറാലിയിൽ പങ്കെടുക്കും. വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവിനായി കോഴിക്കോട് നടത്തിയിരുന്നത്. പ്രത്യേകിച്ചും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണം വളരെ ഊർജിതമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. സ്ഥാനാർത്ഥി നിർണയമൊക്കെ കഴിഞ്ഞ് UDF സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ ഇറങ്ങി വലിയ പ്രചരണം ആരംഭിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആ പ്രചരണങ്ങൾക്കൊരു ആവേശം പകരും എന്ന രീതിയിൽ തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെ കണക്കുകൂട്ടിയിരുന്നത്. ഈ മലബാർ മേഖലയിലെ സ്ഥാനാർത്ഥികളെല്ലാം പങ്കെടുക്കുന്ന ഒരു മഹാറാലി എന്ന രീതിയിലുമാണ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നത്. എന്തായാലും ആ പരിപാടിയാണ് താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നത്. കോൺഗ്രസ് നേരത്തെ പുറത്തിറക്കിയ ഗ്യാരണ്ടി കാർഡ് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായ ഒരു പ്രസന്റേഷനൊക്കെ ഉണ്ടാവുമായിരുന്നു. ഒപ്പം ചില സർപ്രൈസുകളും ചില അത്ഭുതങ്ങളും ഒക്കെ കരുതി വെച്ചിട്ടുണ്ട് എന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുകയും ചെയ്തിരുന്നു. എന്തായാലും അക്കാര്യങ്ങളിൽ ആ സർപ്രൈസുകൾ ഇന്നത്തെ ഈ മഹാറാലിയിൽ രാഹുൽ ഗാന്ധിയുടെ അഭാവത്തിലും ഉണ്ടാവുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആരോഗ്യനില മെച്ചപ്പെടുന്നതനുസരിച്ച് വരും ദിവസങ്ങളിൽ കേരളത്തിലെ മറ്റു പരിപാടികളിൽ പങ്കെടുക്കും. ഒപ്പം സമയക്രമം ശരിയാവുകയാണെങ്കിൽ കോഴിക്കോട് വീണ്ടും ഒരു പക്ഷേ രാഹുൽ ഗാന്ധി എത്താനുള്ള സാധ്യതകളും ഉണ്ട് എന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. ശരി, അനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.